തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു കവിത മാഷിന്റെ ഒരു കവിത കേട്ടുകൊണ്ടാകാം. അതിനായി നമ്മുടെ വിദ്യാർത്ഥിനി സുഭദ്രയെ ക്ഷണിക്കുന്നു. ഹലോ കേൾക്കാമോ? കേൾക്കാം. മാഷ്, എന്റെ പേര് സുഭദ്ര എന്നാണ്. ഞാൻ KCT കുന്നത്തെ വിദ്യാർത്ഥിയാണ്. അപ്പം സാറിന്റെ ഒരു കവിതയിലൂടെ തുടങ്ങാം. രേണുകയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുന്നത്. അതിന്റെ ഏതാനും കുറച്ച് വരികൾ ചെല്ലാം. രേണുകേ നീരാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയും പൊഴിതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നീരാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയും പൊഴിതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ. മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘന ഭംഗികൾ. പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം? ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം. പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളാൽ ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം? ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം? ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം. എന്നെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കു മാത്രം. നാളെ പ്രതീക്ഷ തൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം. രേണുകേ നീരാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയും പൊഴിതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നീരാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയും പൊഴിതോ നനഞ്ഞ കൊമ്പിൽ നിന്നും നിലത്തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. നന്ദി സുഭദ്ര. നമ്മളേവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷം വന്നെത്തിയിരിക്കുകയാണ്. സാറിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാം സാർ. എല്ലാവരും അധ്യാപക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ട ഗുരുനാഥന്മാരും അടങ്ങുന്നതാണ് ഈ വേദി.
എനിക്ക് വലിയ സന്തോഷമുണ്ട്. തീർച്ചയായും ഈ കുന്നം ഫെസ്റ്റിൽ 51 അക്ഷരങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഈ സാഹിത്യോത്സവത്തിൽ ജനകീയ കവിത എന്ന ശീർഷകത്തിൽ വർത്തമാനം പറയുവാൻ അല്ലെങ്കിൽ സംവദിക്കുവാൻ കഴിയുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. തീർച്ചയായിട്ടും ഞാനും ഒരു അധ്യാപകനാണ്. അധ്യാപകനായിരിക്കുവാൻ കഴിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരാളാണ്. പലപ്പോഴും കുട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ചോദിക്കും, കവിയായിരിക്കുന്നതിലാണോ ഗാനരചയിതാവായിരിക്കുന്നതിലാണോ അതോ അധ്യാപകനായിരിക്കുന്നതിലാണോ കൂടുതൽ സന്തോഷിക്കുന്നത് എന്ന്. ഞാൻ എപ്പോഴും പറയാറുള്ളത് തീർച്ചയായും ഞാനൊരു ടീച്ചർ, അധ്യാപകനായി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യതയായി ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോ നിങ്ങളും നാളെ മറ്റന്നാൾ ഈ സമൂഹത്തില് നല്ല അധ്യാപകരാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല അധ്യാപകരാകാൻ കഴിയും ആർക്കും. പക്ഷെ നല്ല അധ്യാപകരാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അധ്യാപകർ 2 തരത്തിലുണ്ട്, അധ്യാപകരും അധ്യാപക തൊഴിലാളികളും. ഇപ്പം നമ്മളെ ഈ മാസ്റ്റർ ഡിഗ്രി വരെ നമ്മൾ പഠിച്ചപ്പോൾ നമ്മളെ ഒരു 50 അധ്യാപകരെങ്കിലും LKG മുതൽ പഠിപ്പിച്ചിട്ടുണ്ടാവും. 50 കൂടുതലുണ്ടാവും, എന്നാലും 50 അധ്യാപകരുണ്ടാവും. ഈ 50 അധ്യാപകരുടെയും പേര് പറഞ്ഞാൽ നമുക്ക് ആർക്കും പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഒരു 10 അധ്യാപകരുടെ പേര് പറയാമോ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കണ്ണുമടച്ച് ചിലപ്പോൾ ഒരു 5 അധ്യാപകരുടെ പേര് പറയും, അല്ലെങ്കിൽ 8 അധ്യാപകരുടെ പേര്, അല്ലെങ്കിൽ 10 അധ്യാപകരുടെ പേര്. ആ 10 അധ്യാപകർ ഏത് ഉറക്കത്തിൽ വിളിച്ചുണർത്തി ചോദിച്ചാലും നമ്മൾ ഓർമ്മിക്കുന്ന 10 അധ്യാപകരുണ്ടാവും. അവരാണ് യഥാർത്ഥത്തിൽ അധ്യാപകർ. ബാക്കിയുള്ള 50 പേരിലെ 40 പേര് അധ്യാപക തൊഴിലാളികളായിരുന്നു. അപ്പം നാളെ മറ്റന്നാൾ നിങ്ങളും ഈ മേഖലയിലേക്ക് വരുമ്പോൾ നിങ്ങൾ അധ്യാപകരായി തീരണമോ അധ്യാപക തൊഴിലാളികളായി തീരണമോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അതിൽ 2 കാര്യങ്ങളുണ്ട്. ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ക്രാഫ്റ്റ് അല്ല എന്ന് നമുക്കറിയാം. ടീച്ചിങ് ഒരു ആർട്ടാണ്. ഇപ്പോൾ പാടാനുള്ള കഴിവ് പോലെ, കവിത എഴുതാനുള്ള കഴിവ് പോലെ, ചിത്രം വരയ്ക്കാനുള്ള കഴിവ് പോലെ ഒരു നൈസർഗികമായ ശേഷിയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ B.Ed പോലുള്ള പരിശീലനങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ നൈസർഗികതയെ കൂടുതൽ ഉരസി മിനുക്കിയെടുക്കാമെന്നുള്ളതല്ലാതെ അധ്യാപകർ സൃഷ്ടിക്കപ്പെടുകയല്ല, അധ്യാപകർ സ്വയം സൃഷ്ടി ആണ് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും അങ്ങനെ ജെനുവിനായിട്ടുള്ള അധ്യാപകരായി മാറാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഭാഷ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടേതെന്നല്ല, ലോകത്തിലെ ആരുടെയും ഏതൊരു മനുഷ്യൻ്റെയും അടിസ്ഥാനപരമായ ഒരു വലിയ പ്രധാനപ്പെട്ട അവൻ്റെ സ്വത്വം, ഐഡന്റിറ്റി എന്ന് പറയുന്ന അവൻ്റെ ഭാഷയും ആ ഭാഷയിലൂടെ അവൻ ആർജിക്കുന്ന സംസ്കാരവുമാണ്. നമ്മൾ എപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ഭാഷ എന്ന് പറയുന്നത് ഒരു വിനിമയ മാധ്യമം മാത്രമല്ല. ഭാഷ എന്ന് പറയുന്നത് ഒരു വലിയ സംസ്കാരമാണ്. നമ്മുടെ ഭാഷയിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്ക് നഷ്ടപ്പെടുമ്പോൾ അത് ഒരു വാക്കല്ല നഷ്ടപ്പെടുന്നത്, അതിനോടൊപ്പം ആ വാക്കുമായി ബന്ധിതമായ ഒരുപാട് ഓർമ്മകൾ ആണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ പുതിയ കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളിൽ പഠിക്കുകയും മലയാളം തീരെ വേണ്ടാന്ന് വെക്കുകയും ചെയ്ത് ഇരിക്കുന്ന ഒരു കാലമാണിത്. പക്ഷെ അതിലൂടെ അവർ നഷ്ടപ്പെടുത്തുന്ന അവരുടെ തന്നെ ആത്മാവിനെയാണ്. കാരണം ഇപ്പോൾ ബ്രിട്ടീഷുകാരൻ്റെ അല്ലെങ്കിൽ അമേരിക്കക്കാരൻ്റെ ഭാഷയും അവൻ്റെ സംസ്കാരവും എന്ന് പറയുന്നതിനെ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് തീർച്ചയായും അതിൻ്റെ ഒരു ദൗർഭാഗ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വന്തമായി ഒന്നുമില്ല, മറ്റുള്ളവരുടേത് അവരാർജിച്ചു വെച്ച കാര്യങ്ങളെ ഉൾക്കൊണ്ട് അതിൽ അഭിമാനിക്കേണ്ടി വരുന്ന നിർഭാഗ്യവാന്മാരായി നമ്മുടെ അടുത്ത തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ ചൂടും മണവും നമ്മൾ തന്നെ നമ്മുടെ പൂർവ്വസൂരികൾ ഉണ്ടാക്കിയെടുത്ത കാലങ്ങൾ കൊണ്ടും കൊടുത്തും ഉണ്ടാക്കിയെടുത്ത ഒരു ബൃഹത്തായ സംസ്കാരം നമുക്കുണ്ട് എന്നും നമുക്ക് ആ സംസ്കാരത്തിന് അടിത്തറ പാകി തന്നത് നമ്മുടെ ഭാഷയാണെന്നും എല്ലാം നമ്മുടെ മക്കൾ അറിയണം. അതുകൊണ്ട് മലയാളവും മലയാള ഭാഷയും എല്ലാം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിലനിർത്താൻ നിങ്ങൾ B.Ed കഴിഞ്ഞ് സ്കൂളുകളിൽ, ഏത് സ്കൂളുകളിലായാലും ഏത് തരത്തിലുള്ള സ്കൂളിൽ പോകുമ്പോഴും നിങ്ങൾ പഠിപ്പിക്കുന്ന ഏത് വിഷയമായാലും, അത് ഫിസിക്സ് ആകട്ടെ, കെമിസ്ട്രി ആകട്ടെ, മാത്തമാറ്റിക്സ് ആകട്ടെ, അല്ലെങ്കിൽ ഇക്കണോമിക്സ് ആകട്ടെ, ഹിസ്റ്ററി ആകട്ടെ, ജോഗ്രഫി ആകട്ടെ, ഏതാവട്ടെ, പക്ഷെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമകളിലൊന്ന് നിങ്ങൾ മക്കൾക്ക് അവരുടെ നിലപാട് അവരുടെ ഭാഷ, സംസ്കാരം
അതിലൂടെയുള്ള അവരാർജിക്കുന്ന അല്ലെങ്കിൽ അവരെത്തിച്ചേരേണ്ട ഒരു ഐഡന്റിറ്റി, ഒരു നട്ടല്. ഇപ്പൊ ഇനി എവിടെ പോയാലും ഞാനൊരു ഇന്ത്യക്കാരനാണെന്നും അഭിമാനത്തോടെ പറയാനും, ഇന്ത്യയിൽ കേരളം എന്ന് പറയുന്ന പ്രദേശത്താണ് എൻ്റെ ജന്മസ്ഥലമെന്നും, എനിക്ക് സ്വന്തമായി ഒരു പ്രൗഢമായ ഭാഷയുണ്ട്, അതിന്റെ പേര് മലയാളമാണെന്നും, അതിൽ 51 അക്ഷരങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നും, എനിക്ക് ശക്തമായ ഒരു കൾച്ചർ, സംസ്കാരമുണ്ട്, ഞാനാണ് സമത്വം എന്ന ആശയം വെച്ചുകൊണ്ട് ലോകത്ത് ദേശീയോത്സവം കൊണ്ടാടുന്ന ഒരേ ഒരു മനുഷ്യർ ഉള്ള ഇടത്ത് നിന്നാണ് ഞാൻ വരുന്നതെന്നും ബോധ്യപ്പെടുത്തുവാൻ നമ്മുടെ മക്കൾ കഴിയണം. അതിന് നിങ്ങൾ ഏത് വിഷയം പഠിപ്പിക്കുമ്പോഴും അതിനുള്ള ഇതുണ്ടാകണം. ഇപ്പൊ നേരത്തെ ഒരാള്, എൻ്റെ പ്രിയപ്പെട്ട ഒരു മോൾ അനിയത്തി, പിന്നെ എന്താ എൻ്റെ രേണുക എന്ന കവിത ചൊല്ലി, ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം, ഓർമ്മിക്കണമെന്ന വാക്കുമാത്രം, എന്നെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം. അപ്പൊ കവിതയ്ക്ക് ഇങ്ങനെ ഒരു എന്താ നമ്മളോട് ഒട്ടി നിൽക്കുന്ന ഒരു ഭാവം കൂടെ ഉണ്ടാകണമെന്നാ വിചാരിക്കുന്നത്. അപ്പൊ ഈ ജനകീയ കവിത എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് ഏത് മനുഷ്യനും ആ ഭാഷയെയും സംസ്കാരത്തെയും ആ ജന്മസിദ്ധമായി ഉൾക്കൊണ്ട ഏതൊരു മനുഷ്യനും അവന് കൊണ്ടു നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള അവൻ്റെതും കൂടെ ആയിട്ടുള്ള വരികൾ കവിതയിൽ ഉണ്ടാകണം. അതാണ് ഈ ജനകീയത എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോ മലയാളത്തിലെ ഒരുപാട് തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് കവിതയിൽ. അതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ സാധാരണ മനുഷ്യർ കവിതയിൽ നിന്ന് അകന്നു പോയിട്ടുമുണ്ട്. പലതരത്തിലുള്ള എല്ലാ പരീക്ഷണങ്ങളും നല്ലതാണ്, നടക്കട്ടെ. പക്ഷേ നമുക്ക് സ്വന്തമായി കവിതയുണ്ടെന്നും നമുക്കൊരു ഭാഷയുണ്ടെന്നും ആ ഭാഷയിൽ കവിതയുണ്ടെന്നും ആ കവിതയിലെ വരികൾ ഏതെങ്കിലും നമ്മുടെ ജീവിത സന്ദർഭത്തിൽ നമുക്ക് താങ്ങായി തുണയായി നിന്നു എന്നുമൊക്കെ നമുക്ക് പറയാൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ ഭാഷയിലെ കവിതയെ ബഹുമാനിക്കുന്നത്, ആ കവിതയ്ക്ക് അപ്പുറമുള്ള കവിത അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം, ഓർമ്മിക്കണമെന്ന വാക്ക് മാത്രം. നമുക്ക് ഏത് സന്ദർഭത്തിൽ വേണോ ഈ വരികൾ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ കോളേജിൽ നിങ്ങൾ 2 വർഷം BEd കഴിഞ്ഞ് നിങ്ങൾ അവസാനമായി പിരിഞ്ഞു പോകേണ്ടി വരും. ഭൗതികമായി നിങ്ങൾ എത്രയോ ക്യാമ്പുകളിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, എന്നും നിങ്ങൾ പരസ്പരം കണ്ടിരിക്കുന്നു, നിങ്ങൾക്കിടയിൽ വലിയ സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായിരിക്കുന്നു. പക്ഷെ ഒരു ദിവസം നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിനോട് ചോദിക്കാം, ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം, ഓർമ്മിക്കണമെന്ന വാക്കുമാത്രം. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാമുകനോടും കാമുകിയോടും ചോദിക്കാം, പ്രിയപ്പെട്ടവനെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളെ, ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം, ഓർമ്മിക്കണമെന്ന വാക്കുമാത്രം. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനമ്മമാരോടും ചോദിക്കാം. നിങ്ങളുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ, അവർക്ക് നിങ്ങളോട് ചോദിക്കാം. അവരെ നിങ്ങൾ ബോർഡിങ്ങിൽ കൊണ്ടുപോകുമ്പോൾ, അവര് അവിടെ നിന്ന് പഠിക്കുമ്പോൾ അവർക്ക് നല്ല ആവശ്യത്തിന് പൈസയൊക്കെ അയച്ചു കൊടുക്കും. അവർക്ക് വാത്സല്യമോ സ്നേഹമോ ഒന്നും കിട്ടാതെ അവരവരുടെ ബോർഡിങ്ങിലേക്ക് കൊണ്ട് നിർത്തി ആ ഗേറ്റ് കടത്തി അകത്തോട്ട് കയറ്റി വിടുമ്പോൾ അവൻ തിരിഞ്ഞു നിന്ന് വേണമെങ്കിൽ ചോദിക്കാം, അവൾ തിരിഞ്ഞു നിന്ന് ചോദിക്കാം, അമ്മേ അല്ലെങ്കിൽ അച്ഛാ, ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രമെന്ന്. തിരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടും ചോദിക്കാം. നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് ചോദിക്കാം, മോനെ, നിങ്ങളെ അവസാനം അവൻ നിങ്ങളെ കൊണ്ടുവന്ന് വൃദ്ധസദനത്തിലേക്ക് കയറ്റി വിടും, അവിടെ നല്ല കാശൊക്കെ കൊടുത്ത് നിങ്ങളെ അവിടെ അഡ്മിഷൻ വാങ്ങി നിങ്ങളെ ആ വൃദ്ധസദനത്തിന്റെ വാതിലില് അങ്ങ് അകത്തോക്കി കയറി പോകുമ്പോൾ, എന്നിട്ട് അവർ തിരിഞ്ഞു നടക്കുമ്പോൾ അവനെ വിളിക്കണം, മോനെ മോളെ 1 മിനിറ്റ് നിൽക്ക് എന്ന് പറയണം. അവർ നിൽക്കും, അവർ തിരിഞ്ഞു നിൽക്കും. അപ്പോൾ അവരോട് ചോദിക്കണം, മോനെ, ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം, ഓർമ്മിക്കണം എന്ന വാക്ക് മാത്രം. ഞാൻ പറഞ്ഞത്, കവിത നമ്മുടെ ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ, നമ്മുടെ ജീവിത വ്യവഹാരത്തിൽ നമുക്ക് തുണയായി നിൽക്കണം, നമുക്ക് താങ്ങായി നിൽക്കണം. ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ നേടിടും എന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന് കവി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മളെ ഊർജത്തിലേക്ക് നയിക്കുന്ന വാക്കുകളാണ്. ജീവിതം എന്താണോ നൽകാൻ മടിക്കുന്നത്, അത് ഞാൻ ധൈര്യപൂർവ്വം ജീവിച്ച് ആ മടിക്കുന്ന ജീവിതത്തോട് തന്നെ പിടിച്ചു വാങ്ങും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇത്തരം വരികൾ നമുക്ക് നമ്മളോടൊപ്പം നിൽക്കും. നമ്മുടെ ദുഃഖത്തിൽ, ഏകാന്തതയിൽ ഇരുന്ന് ഈ വരികൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സാന്ത്വനം തോന്നും, നമുക്കൊരു പ്രതീക്ഷ തോന്നും.
അല്ലെങ്കിൽ അങ്ങനെ അതാണ് ഒരു ജനകീയത എന്ന് പറയുന്നത്. തീർച്ചയായും ആ ജനകീയ പാതയിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു കവി എന്ന നിലയിൽ എനിക്ക് ആ അർത്ഥത്തിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോ നിങ്ങളുടെ ഈ യാത്രയിലും നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കും വർത്തമാനവും അല്ലെങ്കിൽ മറ്റൊരാളിന്റെ വാക്കും വർത്തമാനവും എപ്പോഴും നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിസ്മയം പോലെ ലഭിക്കുന്ന നിമിഷങ്ങളെ അർത്ഥം കൊടുത്ത് ജ്വലിപ്പിക്കണമെന്നാണ് കടമ്മനിട്ട പറയുന്നത്. നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന വിസ്മയകരമായ നിമിഷങ്ങളെ നമ്മൾ ജ്വലിപ്പിക്കുമ്പോഴാണ് നമ്മൾ വലിയ മനുഷ്യരായി മാറുന്നത്, നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ നിങ്ങൾക്ക് ഈ കാലം ഇടയാക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പണ്ട് പൂന്താനം നമ്പൂതിരി പറഞ്ഞതുപോലെ പൂന്താനം ഒരു ജനകീയ കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജ്ഞാനപ്പാന എന്ന് പറയുന്ന കൃതി ഇപ്പോഴും പക്ഷേ വെറും ഒരു ഭക്തിഗാനമായി അതിനെ ആളുകൾ കാണുന്നുണ്ട് എന്നൊരു ദൗർഭാഗ്യം അതിനകത്തുണ്ട്. അതിന് കാരണം ആ കാവ്യത്തെ ഭക്തിരസം കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന രീതിയിൽ പീലീലയെ പോലെ അനുഗ്രഹീതയായ ഒരു ഗായിക ആലപിക്കുകയും അതിങ്ങനെ ഒരു ഭക്തിഗാനമായി നമുക്ക് എപ്പോഴും കേൾക്കാൻ ഇടയാവുകയും ചെയ്തതുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഭക്തിഗാനമാണ് എന്നൊരു തോന്നലിലേക്കാണ് മാറുന്നത്. പക്ഷെ നിർഭാഗ്യമാണ് അത്. പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാന എന്ന് പറയുന്ന കവിത അല്ലെങ്കിൽ കാവ്യം എന്ന് പറയുന്നത് വെറും ഭക്തിരസം മാത്രം അടങ്ങുന്ന ഒരു ഭക്തിപ്രധാനമായ കവിതയല്ല. അത് ഏത് കാലത്തെയും മനുഷ്യന്റെ സാമൂഹിക അവസ്ഥയെ അടയാളപ്പെടുത്തുന്ന അതിശക്തമായ ഒരു ജനകീയ കവിതയാണ്. അദ്ദേഹം ആ കവിതയിൽ ഓരോ കാര്യങ്ങൾ പറയുന്നത്, ആദ്യം അദ്ദേഹം ആ കവിത തുടങ്ങുന്നത് തന്നെ അധ്യാപകരെ, ഗുരുനാഥന്മാരെ സ്തുതിച്ചുകൊണ്ടാണ്. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും, പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമായി തീരുവാനെന്നാണ്. അന്നത്തെ ഒരു കാലം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അദ്ദേഹം കവിത എഴുതുന്ന കാലത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ കൃതികളെല്ലാം ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ പൂന്താനം നമ്പൂതിരി ടീച്ചറെ, അധ്യാപകനെ സ്തുതിച്ചുകൊണ്ടാണ് ആ കവിത എഴുതിയത്. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും, പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമായി തീരുവാൻ എന്നാണ്. നമ്മുടെ എല്ലാം നരജന്മം സഫലമായി തീരണമെന്നുണ്ടെങ്കിൽ ഗുരുനാഥൻ തുണയായിരിക്കണമെന്നാണ് അദ്ദേഹം തുടങ്ങുന്നത്. എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള കവിതയാണ്. അന്ന് സംസ്കൃതത്തിന് വലിയ പ്രാധാന്യം മലയാളത്തിനകത്ത് കടികട്ടി സംസ്കൃത പദങ്ങൾ മലയാളത്തിൽ അടിച്ചു ചേർത്ത് എഴുതുന്ന കവിതകളാണ് യഥാർത്ഥ കവിത, അതാണ് പണ്ഡിത കവിത എന്നൊക്കെ ധരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ ശേഷിയുണ്ടായിരുന്ന ഒരു കവി വളരെ ലളിതമായ ഭാഷയിൽ കവിത എഴുതിയത് കൊണ്ട് അദ്ദേഹത്തെ ഭക്തകവി എന്നും സാധാ കവി എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വരികൾ, അദ്ദേഹത്തിനോടൊപ്പം അന്ന് എഴുതിയ പണ്ഡിത കവികളുടെ ഒരു വാക്കോ വരിയോ നമ്മുടെ ആരുടെയും ഹൃദയത്തിൽ ഇല്ല. ഇപ്പോ ഇന്ന് വർത്തമാനകാല കവിതകളുടെ ചരിത്രം എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെ. മാസ്റ്റർ ഡിഗ്രിക്ക് മലയാളം പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രം എഴുതപ്പെടുന്ന കവിതകൾ, അല്ലെങ്കിൽ അക്കാദമിക്കായിട്ട് പഠിക്കുകയും അതിന് വിമർശനവും നിരൂപണവും എഴുതിയിരുന്ന അങ്ങനെ കയറിപ്പോവുകയും ചെയ്യുക മാത്രം ചെയ്യേണ്ട, അഭിരമിക്കേണ്ട കവിതകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. സാധാരണ മനുഷ്യർ അവന്റെ വ്യവഹാര ജീവിതത്തിൽ, ദൈനംദിന വ്യവഹാര ജീവിതത്തിൽ അവന്റെ വാക്കോ വർത്തമാനോ കയറി വരാത്തത് കൊണ്ട് തന്നെ അവൻ ആ ഏരിയയിലേക്ക് പോലും കടന്നു ചെല്ലുകയോ അത് ആസ്വദിക്കുകയോ ചെയ്യാതെ പോകുന്നുണ്ട് കവിത. അതുപോലെ പൂന്താനം ജീവിച്ചിരുന്ന കാലത്ത് എത്രയോ പണ്ഡിതന്മാരെ, അന്ന് വളരെ പ്രകീർത്തിക്കപ്പെട്ട കവികൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഒരു വരി പോലും ഇന്ന് കാലം കടന്നപ്പോൾ ഇല്ല. അന്ന് അവഗണിക്കപ്പെട്ട് മാറ്റി നിർത്തിയിരുന്ന പൂന്താനത്തിന്റെ വരികൾ, ഇന്നലെയോളമെന്തെന്നറിഞ്ഞീല, ഇനി നാളെയുമെന്തെന്നറിഞ്ഞീല, ഇന്നലെയോളമെന്തെന്നറിഞ്ഞീല, ഇനി നാളെയുമെന്തെന്നറിഞ്ഞീല, ഇന്നീ കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമെന്നേതുമറിഞ്ഞീല, കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. ഇത് നമ്മൾ ഇപ്പോഴും ഓർത്തു വച്ചിരിക്കുന്നു.
അപ്പോ അന്ന് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ആ ജനകീയത എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇന്ന് കാലിക പ്രസക്തമായ കാര്യങ്ങളാണ് ആ കവിതയിൽ വരുന്നത്. നോക്കൂ, ഇന്നും നമ്മളെ മക്കള് പട്ടിണി ഉള്ളത് കൊണ്ട് നമ്മുടെ ചില അമ്മമാർ, ചില മാതാപിതാക്കൾ മക്കളെ ഇന്നും വിൽക്കുന്നുണ്ട് രഹസ്യമായി. ഇങ്ങനെ വിൽക്കാനുള്ള പിന്നെ അധികാരം ഇന്നില്ലെങ്കിൽ പോലും അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് മക്കളെ വിൽക്കുന്നുണ്ട് ഇന്നും. അപ്പൊ അതന്ന് പൂന്താനം അദ്ദേഹത്തിന്റെ ജ്ഞാനപ്പാനയിൽ പറഞ്ഞിട്ടുണ്ട്. കൊഞ്ചിക്കൊണ്ടു വളർത്തൊരു പൈതലെ കഞ്ഞിക്കില്ലാഞ്ഞു വിൽക്കുന്നിതോ ചിലർ. കൊഞ്ചിക്കൊണ്ട് വളർത്തിയ പൈതലെ കഞ്ഞിക്കില്ലാതെ വിൽക്കുന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് പിന്നെ തൈക്കാട് നമുക്ക് അമ്മത്തൊട്ടിലുണ്ട്. ഈ അടുത്ത കാലം ഇപ്പോഴും ഒരു ദിവസം ഒരു മാസം ശരാശരി 4-5 കുട്ടികൾ അവിടെ ഉപേക്ഷിക്കപ്പെടുന്നുണ്ട് ആ അമ്മത്തൊട്ടിലിൽ. ആരും അറിയില്ല ആരാണ് കൊണ്ടുവന്ന് ആക്കിയത് എന്നും ആരുടെ ഐഡന്റിറ്റിയിലാണ് എന്നും അറിയാതെ, ജാതിയോ മതമോ ഒന്നുമില്ലാതെ മനുഷ്യരായി പിന്നെ ആ കുട്ടികൾ ആ ശിശുക്ഷേമ സമിതിയിൽ വളർന്നു വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പലതരത്തിലാണ്. അപ്പം കൊഞ്ചിക്കൊണ്ട് വളർത്തിയ പൈതലെ കഞ്ഞിക്കില്ലാഞ്ഞ് വിൽക്കുന്നു എന്ന് പറയുന്നത് ഭക്തിയാവുന്നത് എങ്ങനെ? വെറും ഒരു ഭക്തിഗാനമാക്കി അതിനെ അതൊരു വലിയ ജനകീയ കവിതയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ കവിതയിൽ, നമുക്ക് വിദ്യ കൊണ്ട് അറിയേണ്ടത് അറിയാതെ വിദ്വാൻമാരായി നടിക്കുന്നത് ചിലർ. മാസ്റ്റർ ഡിഗ്രി, PhD പിന്നെ ഒക്കെ ഉണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ഗുണമില്ല. അതുകൊണ്ട് ഒരു സർക്കാർ ജോലി കിട്ടും, കോളേജിൽ കാശ് കൊടുത്ത് അധ്യാപകനാകാൻ പറ്റും, അല്ലെങ്കിൽ സ്കൂളിൽ പൈസ കൊടുത്ത് അല്ലെങ്കിൽ PSC എഴുതി അധ്യാപകരാകാൻ പറ്റും. അല്ലാതെ അതുകൊണ്ട് ആ PhD കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് ഗുണം? അങ്ങനെ ഗുണം ചെയ്യാൻ കഴിയാതെ വിദ്വാൻമാരായി നടിക്കുന്നു നമ്മൾ എന്നേ പറയുന്നു. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻമാരായി നടിക്കുന്നിതോ ചിലർ. അമ്മയ്ക്കും അച്ഛനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അപ്പോ അതുകൊണ്ട് നമ്മള് ജനകീയത എന്ന് പറയുന്ന ഒരു അപരാധമല്ല. ജനകീയത എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ കവിത തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് ഒഴുകുന്നതിനിടയാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാലകശക്തി ഒന്ന്. അപ്പോ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിത ജനകീയമായിരുന്നു ഒരു കാലത്ത്. അദ്ദേഹത്തിന്റെ കൂടെ എഴുതിയ കവികളൊന്നും മോശക്കാരൊന്നും അല്ല. അവരുടെ കവിതകൾ പക്ഷേ സാധാരണ ഇപ്പോൾ ഭാഷ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, മലയാളം ഇങ്ങനെ കുറഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോഴും ചങ്ങമ്പുഴയുടെ ഒരു വരിയെങ്കിലും കുട്ടിയൊക്കെ അറിയാം. കാനനച്ചായയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, കനകച്ചിലങ്ക കീലുങ്ങി കീലുങ്ങി കാഞ്ചന കാഞ്ചി കൂലുങ്ങി കൂലുങ്ങി. എത്ര ഭാഷ അസ്തമിച്ച് പോയി അവസാനത്തെ വാക്കും നഷ്ടപ്പെടുന്നത് വരെയും ഈ ജനകീയ കവിത നിലനിൽക്കും. അപ്പൊ കവിതയുടെ ജനകീയതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഭാഷയുടെ വളർച്ചയിലും സംസ്കാരത്തിലും എല്ലാം. ഇപ്പൊ എന്തായാലും പിന്നെ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ഒരു പ്രതലത്തിൽ ഒരറ്റത്താണ് മലയാളത്തിലെ കാവ്യാസ്വാദകർ എന്നെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ചോദിക്കുകയോ പറയുകയോ ചെയ്താൽ ഞാൻ അതിനനുസരിച്ച് പ്രതികരിക്കാമെന്നാണ് കരുതുന്നത്. കാലിക പ്രസക്തമായ ഒരുപാട് വരികൾ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരുപാട് സംസാരിച്ച നമ്മുടെ സാറിന് ഒരിക്കൽ കൂടി നന്ദി. ചർച്ചകളാണ് പുതിയ ആശയങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. അപ്പോൾ അടുത്തതായി മാഷിനോട് ആശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാനുള്ള അവസരമാണ്. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരെയും ക്ഷണിക്കുന്നു. സാർ നമസ്കാരം. എന്റെ പേര് പ്രവീൺ എന്നായിരുന്നു. സാർ, ഇന്ന് പദ്യ കവിതകളും ഗദ്യ കവിതകളും ഉണ്ട്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ ഗദ്യ കവിതയും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ സാറിന്
ഏതിനാണ് കൂടുതൽ താല്പര്യം? സാറിന്റെ കവിതകൾ കൂടുതലും പദ്യ രീതിയിൽ താളാത്മകമായിട്ട് ആലപിക്കുന്നതാണ്. അപ്പം സാറിന് ഇതിൽ ഏതിനോടാണ് കൂടുതൽ താല്പര്യം എന്നറിഞ്ഞിരുന്നെങ്കിൽ. അതായത് താല്പര്യത്തിന്റെ ഒരു പ്രശ്നം ഇതിനകത്ത് ഉദിക്കുന്നില്ല. അതൊരു സങ്കേതങ്ങളാണ്. ഇപ്പൊ ചില കവികൾക്ക് വഴങ്ങുന്ന ഒരു സങ്കേതമാണ് ഈ ഗദ്യ കവിത എന്ന് പറയുന്നത്. ചില കവികൾക്ക് വഴങ്ങുന്ന സങ്കേതമാണ് പദ്യ കവിത എന്ന് പറയുന്നത്. ചില ആളുകൾ രണ്ടർത്ഥത്തിലും ഉപയോഗിക്കും. കവിത വഴങ്ങുന്നവരുണ്ട്. പക്ഷേ ഒരു സൗകര്യപ്പെടലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഗദ്യരൂപത്തിൽ കവിത എഴുതുന്നത്. ഒരു ഒരു എന്താ ഒരു കണക്കിന് ഒരു എസ്കേപ്പിസത്തിന്റെ ഭാഗമായി വരുന്നുണ്ട്. ധാരാളം കവിത സമാഹാരങ്ങൾ ഇപ്പൊ ഇറങ്ങുന്നുണ്ട് ഇങ്ങനെ. പക്ഷേ എനിക്ക് പിന്നെ എല്ലാ അർത്ഥത്തിലും കവിത ഉണ്ടാകണം. കാരണം വൈവിധ്യത്തിൽ നിന്നാണല്ലോ സൗന്ദര്യം ഉണ്ടാകുന്നത്. വെറും കവിത ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ആരും ശഠിക്കാൻ പാടില്ല. കവിത എല്ലാ ഇടങ്ങളിലൂടെ ഒഴുകി പരന്നുകൊട്ടെ. പക്ഷേ നിങ്ങളിപ്പോ ഗദ്യ കവിത എഴുതുന്ന എത്ര കവിയെ നിങ്ങൾ അവരിൽ ഏത് കവിയെ നിങ്ങൾ ജനകീയ കവി എന്ന് വിശേഷിപ്പിക്കും? ഇനി ജനകീയ കവി എന്ന് വിശേഷിപ്പിക്കാതിരുന്നത് കൊണ്ട് കവിയാകുന്നില്ല എന്നൊന്നുമില്ല. പക്ഷെ എങ്കിലും സാധാരണക്കാരന്റെ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു വാക്ക് അവശേഷിപ്പിക്കുവാനെങ്കിലും കഴിയാതെ പോകുന്നത് അത് എത്ര ഗംഭീരമായ സാധനമായാലും അതുകൊണ്ട് എന്ത് ഗുണമുണ്ടാകുന്നു എന്നുള്ളതാണ്. അതിന് അക്കാഡമിക് ആയിട്ടുള്ള ഗുണങ്ങളുണ്ട്. അതവിടെ ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. പക്ഷെ സാധാരണ മനുഷ്യന്റെ കാവ്യസങ്കല്പങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കാൻ കഴിയാത്ത വാക്കും വരികളും. ഇപ്പൊ ഗദ്യരൂപത്തിൽ എന്ത് വേണോ എഴുതാമല്ലോ. നല്ല ശക്തമായ എഴുത്ത് കൊണ്ട് ഗദ്യരൂപത്തിൽ വരുന്നുണ്ട്. പക്ഷെ അതിനെ ആ അർത്ഥത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ പോലും ഈ കവിത എന്ന് പറയുന്നത് ഒരു 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 കുറച്ച് ഒഴുകുന്ന മനസ്സിലൂടെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന പിന്നെ അല്ലെ പദം വച്ച് പോകുന്ന പദ്യം എന്ന് പറയുന്ന പദം അങ്ങനെ അങ്ങനെ നടക്കുന്ന കെട്ടി നിൽക്കാത്ത ഇപ്പൊ പിന്നെ ഈ കുളത്തിലെ വെള്ളം എന്ന് പറയുന്നത് ഓക്സിജൻ കുറച്ച് ഓക്സിജൻ ഉള്ള ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്ന വെള്ളമാണ്. എന്നാൽ പുഴയിലൂടെ ഒഴുകുന്ന വെള്ളം എന്ന് പറയുന്നത് വളരെ മനോഹരമായി അത് ചടുലമാണ്. അപ്പൊ കവിത പുഴകൾ പോലെ ഒഴുകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കൂടുതലും എൻ്റെ ഒരു താല്പര്യം ചോദിക്കുകയാണെങ്കിൽ പദ്യരൂപത്തിലുള്ള കവിതയാണ് എൻ്റെ ഒരു താല്പര്യം. പക്ഷേ കവിത അങ്ങനെ പദ്യരൂപം തന്നെ ആയിരിക്കണമെന്ന് ശാഠ്യം ഞാനെന്നല്ല ആരും വെച്ചു കൊളുത്താൻ പാടില്ല. പക്ഷെ ആധുനിക കവിത എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം. പദ്യരൂപത്തിൽ എഴുതുന്നത് അല്ലെങ്കിൽ വൃത്തമോ താളമോ ഒക്കെ ഉള്ളത് അത് പഴഞ്ചനാണ്, അങ്ങനെ എഴുതുന്നവർ കാലഹരണപ്പെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു യുദ്ധം പ്രഖ്യാപിച്ചിട്ട് അതിന്റെ പഴുതിലൂടെ ഗദ്യരൂപത്തിൽ എന്തും എഴുതി പിടിപ്പിക്കുകയും അത് പത്രാധിപന്മാർക്ക് വലിയ ബോധമില്ലാത്ത പത്രാധിപരുണ്ടാവുമല്ലോ, അവരെ ഒരു പ്രത്യേക ഭ്രമാത്മകമായ തലത്തിൽ നിലനിർത്തിക്കൊണ്ട് അവരെ കൊണ്ട് പ്രസിദ്ധീകരിപ്പിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് അതിനെ നിരൂപണങ്ങൾ എഴുതിപ്പിക്കുകയും അവാർഡുകൾ വാങ്ങിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്ന അക്കാദമിക് കാര്യങ്ങൾ നടന്നുകൊണ്ട് അത് ആസ്വദിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഉണ്ടാകാം. അവരവരുടെ തലത്തിൽ നിന്ന് അത് ആസ്വദിച്ചു കൊണ്ടേ ഇരിക്കട്ടെ. ആ വഴികളിലൂടെ എല്ലാം നമ്മളെ കവിത, പ്രത്യേകിച്ച് നമ്മുടെ മലയാള കവിത വ്യാപരിക്കട്ടെ, വികസിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ. പക്ഷെ താളാത്മകമായ കവിതയോട് പ്രത്യേക സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു കവിയാണ് ഞാൻ. ഓക്കെ സാർ, നന്ദി. താങ്ക് യു. നമസ്കാരം സാർ. എൻ്റെ പേര് അപർണ. ഞാൻ KUCT കുന്നത്തിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. സാറിന്റെ കവിതകൾ കേൾക്കാൻ നല്ല ആഗ്രഹമുള്ള ഒരാളാണ്. നന്നായിട്ട് ആസ്വദിക്കുന്ന ആളാണ്. സത്യം പറഞ്ഞാൽ പണ്ട് കവിതകളൊന്നും അങ്ങനെ ശ്രദ്ധിക്കത്തില്ലായിരുന്നു. പക്ഷേ വീട്ടിലെ അമ്മ അച്ഛനും ഒക്കെ സ്ഥിരം കേൾക്കുന്നത് സാറിന്റെ കവിതകളായിരുന്നു, വെക്കുന്നതും ഒക്കെ. അപ്പൊ അങ്ങനെ കേട്ട് ആ ഈണങ്ങളും ആ വാക്കുകളും കേട്ടാണ് ഞാനിത് ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങിയത്. തന്നെയല്ല എൻ്റെ അനിയത്തി ഇതുപോലെ കുഞ്ഞിലേ മുതലേ സാറിന്റെ കവിതകള് അമ്മ അച്ഛനും പഠിപ്പിച്ച് അങ്ങനെ സ്കൂളിൽ കുറെ പ്രൈസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് സാറിന്റെ കവിതകൾ ഇഷ്ടപ്പെടുന്നത്. അപ്പം സാറിന്റെ കവിത മാത്രമേ അവളെ ചൊല്ലാറുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ എന്റെ ഒരു ചോദ്യം, അനിയത്തിയുടെ പേര് അഭിരാമി. അപ്പൊ എന്റെ ഒരു ചോദ്യം ഉണരാത്ത പത്മതീർത്ഥങ്ങളെ പറ്റിയാണ്.
അപ്പൊ ആ കവിത എഴുതുന്ന സമയത്ത് ആ ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് സാർ അവിടെ ഉണ്ടായിരുന്നോ, അതോ അത് കേട്ടിട്ട് സാറ് സങ്കല്പിച്ച് എഴുതിയതാണോ? കാരണം അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അവിടെ നിൽക്കുന്നവരുടെ മനസ്സിലുള്ള കാര്യങ്ങളും പിന്നെ അയാളുടെ വീട്ടിലെ കാര്യങ്ങളും അങ്ങനെയൊക്കെ പല രീതിയിലാണല്ലോ അത് എഴുതിയേക്കുന്നത്. അപ്പൊ അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ ആ സാഹചര്യം? തീർച്ചയായിട്ടും. അപർണ അല്ലേ ഇവിടെ? അതെ അതെ. അപർണ ചോദിച്ചത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതായത് ഇത് ഞാൻ എഴുതുന്നത് എപ്പോഴെന്നറിയാം, 98-ലാണ് ഈ സംഭവം നടക്കുന്ന ആ കാലഘട്ടത്തിലാണ്. 98-99-ലാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് തിരുവനന്തപുരത്തെ പത്മതീർത്ഥ കുളത്തിൽ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള പത്മതീർത്ഥ കുളത്തിൽ, ആ കുളത്തിൽ ആരും ഇറങ്ങി അശുദ്ധമാക്കാതെ സൂക്ഷിക്കുന്നതിന് ഒരു കുളം കാവൽക്കാരനെ നിയമിച്ചിട്ടുണ്ട് അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ. അപ്പൊ അദ്ദേഹം അവിടെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണ് വെട്ടിച്ച് ഈ പാലക്കാട്ട് നിന്ന് മാനസികമായ ഒരു അല്പം വിഭ്രാന്തി പിടിപെട്ട ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു ഭ്രാന്തനൊന്നുമല്ല, വീട്ടിലെ സാഹചര്യങ്ങൾ, അദ്ദേഹത്തിന്റെ സഹോദരിമാരുടെ വേദനകൾ, അങ്ങനെയെല്ലാം ഉണ്ടാവും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ മെന്റൽ പിടിവിട്ടുപോയി. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം കിട്ടിയ ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിയിട്ട് നടന്ന് ഇവിടെ വന്നിട്ട് ഈ കുളത്തിലേക്ക് വെറുതെ ചാടി നീന്തി കുളിച്ചു. അപ്പൊ ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം അത് പവിത്രമായൊരു കുളമായി കണക്കാക്കപ്പെടുന്നു. അതിനെ സംരക്ഷിക്കാൻ ഒരാളുണ്ട്. അയാൾ ആകെ വല്ലാതെയായി. അയാൾ ഇയാളെ തിരിച്ച് കയറ്റി വിടാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് ഒരുപാട് രീതിയിൽ. അപ്പോ അവസാനം ഇയാള് അബദ്ധത്തിൽ ഈ വെള്ളത്തിൽ വീണു പോവുകയും ആ വെള്ളത്തിൽ വീണ് കിട്ടിയപ്പോൾ അയാളെ മുക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത്, ആ മാനസിക വിഭ്രാന്തി പിടിപെട്ട മനുഷ്യൻ. അപ്പോൾ സത്യത്തില് ഈ സംഭവം, ഞാനൊരു ദിവസം സ്കൂളിൽ പോകുന്നതിന് വേണ്ടി രാവിലെ ഇറങ്ങാൻ നേരത്ത് ഞാൻ വെറുതെ ഇങ്ങനെ ന്യൂസ് വെച്ച് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ന്യൂസ് വിട്ടപ്പോൾ ഒരു ചാനലിൽ ഈ വിഷ്വൽ വരികയാണ്. ഇതിലിങ്ങനെ തുടക്കം ഇങ്ങനെയാണ്, അടിയിൽ കൂടെ സ്ക്രോൾ ചെയ്ത് എഴുതി കാണിക്കുന്നു, തിരുവനന്തപുരത്ത് പത്മതീർത്ഥ കുളത്തിൽ ഒരു മാനസിക രോഗിയും കുളം കാവൽക്കാരനും തമ്മിൽ കലഹിക്കുന്നു എന്നാണ്. അപ്പൊ ഞാൻ ആകാംക്ഷയോടെ അത് നോക്കി. വീട്ടിലെ TV-യിലൂടെയാണ് പറഞ്ഞത് ഞാനിത് കാണുന്നത്, അല്ല ഞാൻ അവിടെ സ്പോട്ടിൽ ഇല്ലായിരുന്നു. അപ്പൊ അത്ഭുതകരമായി തോന്നി, കണ്ടോ. അപ്പൊ ഇതിനെ ചാനലുകാരിങ്ങനെ ആണ്. കുറെ കഴിയുമ്പോൾ ഇത് മാറുന്നു, കലയിക്കുന്നു, പിന്നെ പിടിച്ച് തള്ളുന്നു, മുക്കുന്നു, കൊല്ലുന്നു, ഇങ്ങനെ സ്ക്രോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്ഭുതകരമായി ആലോചിച്ചു. കാരണം ഇതിങ്ങനെ ഈ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെ ഈ വിഷ്വലായിട്ട് ചാനൽ സംപ്രേഷണം ചെയ്യണമെങ്കിൽ അവിടെ ഒരു ക്യാമറക്കാരനും അവനെ സഹായിക്കാൻ 4-5 ആളും ഉണ്ടാവും. ഈ ആളുകളിൽ ആരെങ്കിലും ഒരാള് ഒരു കരിങ്കൽ ചീളെടുത്ത് ശക്തമായ ഒരു ഏറ് കൊടുത്താൽ ഈ റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാവും. നമുക്കറിയാലോ, തീയിൽ നമ്മളിങ്ങനെ കൈ തൊട്ട് അറിയാതെ പിൻവലിക്കും. അതുപോലെ ഈ എറി അയാളുടെ ദേഹത്ത് ചെന്ന് കൊണ്ടാൽ അയാൾ എന്ത് ചെയ്യും? തീർച്ചയായും അയാൾ ഒന്ന് കുതറുമ്പോൾ ഇദ്ദേഹത്തിന് നീന്തി ഇങ്ങ് കയറാമായിരുന്നു. പക്ഷേ അവർ നിശബ്ദരായി നിന്ന് ഇങ്ങനെ ലോകം മുഴുവൻ ഇത് കൊടുത്താൽ നല്ല പരസ്യത്തിൽ വിറ്റുപോകും ഈ വിഷ്വൽ, ഈ ദൃശ്യം എന്ന് മനസ്സിലാക്കിയിട്ട് ആ ചാനലിന്റെ ആ ക്രൂ എന്ത് ചെയ്യുകയാണ്? ഈ കൊലപാതകത്തെ ഓരോ സ്റ്റേജ് ആയിട്ട് ലൈവായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മലയാളി മനുഷ്യരുടെ മനസ്സ് മാറുന്നത് എത്രമാത്രം നമ്മുടെ ഹൃദയം നിസ്സംഗമാകുന്നുണ്ടെന്നതിന്റെ ഒരു മാറ്റത്തിന്റെ അടയാളപ്പെടുത്തലായിട്ട് ആ ഇൻസിഡന്റിനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോ അന്ന് ഈ മൊബൈൽ ഫോൺ ഇല്ല. മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ലൈവ് കൊടുത്തേനെ ആ സമയത്ത്. പക്ഷെ അന്ന് മൊബൈൽ ഫോൺ ഇല്ല. പകരം ഈ അന്ന് അതുപോലെ തന്നെ വലിയ സ്കൂട്ടറുകളും കാറൊന്നും ഇല്ല. അന്നത്തെ സ്കൂട്ടി, ബജാജ് എന്നൊക്കെ പറയുന്ന പിന്നെ അല്ല വിജയ് സൂപ്പർ എന്നൊക്കെ പറയുന്ന ബൈക്ക് അല്ല സ്കൂട്ടറുകളാണ്. അപ്പൊ ഇതെല്ലാം സൈഡിലോട്ട് തട്ടി വെച്ചിട്ട് ആകാംക്ഷയോടെ എല്ലാവരും വന്ന് ആ മതിലിൽ നിന്നുകൊണ്ട് താഴോട്ട് നോക്കി നിൽക്കുകയാണ്. ഒരാളും പ്രതികരിക്കുന്നില്ല. അപ്പൊ ഈ പ്രതികരണമില്ലായ്മയുടെ ഏറ്റവും വലിയ അടയാളമായിട്ടാണ് അതാണ് ആ അർത്ഥത്തിലാണ് ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു. പക്ഷെ അടുത്ത ദിവസം പത്രത്തിൽ വന്ന വാർത്തയിൽ ഒരു വാർത്ത കൂടി കണ്ടു. ഫയർഫോഴ്സിന്റെ ഒരു ടീം വന്നു. ആ ഫയർഫോഴ്സിന്റെ ടീം അവിടെ അങ്ങനെ നോക്കി കിടക്കുകയാണ്. അപ്പോഴും ഇദ്ദേഹം മരിച്ചിട്ടില്ല. ഇയാളെ അമർത്തി താഴ്ത്തി വെച്ചിരിക്കുകയാണ്. അപ്പോഴും ഫയർഫോഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾ കയറി വരുമ്പോൾ ഇയാളെ പിടിച്ചോണ്ട് പോകുന്നു, പോലീസും പിടിച്ചോണ്ടൊക്കെ പോയി. അപ്പൊ ആ സമയത്ത് പത്രക്കാർ ഫയർഫോഴ്സുകാരോട് ചോദിച്ചു, അല്ല നിങ്ങൾ നേരത്തെ വന്നിരുന്നല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് ഇറങ്ങിയില്ല? അപ്പൊ അവര് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? പത്മതീർത്ഥ കുളത്തിൽ ഒരു ഡെഡ് ബോഡി കിടക്കുന്നു, എടുക്കാനാണ് ഞങ്ങൾക്ക് ഓർഡർ. ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്.
അപ്പോൾ വന്നപ്പോൾ ഡെഡ് ബോഡി ആയിട്ടില്ല, അതുകൊണ്ട് അവർ മിണ്ടാതിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് മനുഷ്യന്റെ മനസ്സ്. അപ്പൊ അതിനെക്കുറിച്ചാണ് ആ കവിത. നിൽക്കുന്നു ഞാൻ പത്മതീർത്ഥക്കുളത്തിന്റെ ഭിത്തിയിൽ കയ്യൂന്നി താടി താങ്ങി, ചുറ്റുമൊരായിരം കാണികൾ ഞാനുമങ്ങെത്തി നോക്കുന്നുണ്ടക കുളത്തിൽ. പത്മമില്ല, തീർത്ഥപുണ്യമില്ല, ജലം നിശ്ചലം വശ്യാങ്കി തൻ ജഡം പോൽ, ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടക കുളത്തിൽ. താഴെ കുളത്തിനകപ്പടിയിൽ നിൽപ്പാണ് ബോധവീണ കമ്പി പൊട്ടിയോൻ, മന്ദിടം കാൽ വലം കാലേറ്റുവാങ്ങിയൊരു വരരുചിപുത്രന്റെ പിൻപറ്റിയോൻ. താഴെ കുളത്തിനകപ്പടിയിൽ നിൽപ്പാണ് ബോധവീണ കമ്പി പൊട്ടിയോൻ, മന്ദിടം കാൽ വലം കാലേറ്റുവാങ്ങിയൊരു വരരുചിപുത്രന്റെ പിൻപറ്റിയോൻ. ചാരേ ഒരാൾ നിൽപ്പു ഏറെ കൃശഗാത്രൻ, ഭീതിയോടെങ്കിലും യാചിപ്പു സോദര പോരൂ വഴുക്കും പടികൾ കേറി. പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുന്നു തന്നിലേക്കെറ്റി വീഴ്ത്തുന്നു ബലിഷ്ടകായൻ, ഇറ്റുനേരം കൊണ്ടു ചേറ്റിലേക്കാഴ്ത്തി തൻ നഗ്നപാദത്താൽ ചവിട്ടി നിന്നു. പച്ച ജീവൻ കാൽച്ചുവട്ടിൽ പിടയ്ക്കുമ്പോൾ നിഷ്കളങ്കൻ ഭ്രാന്തചിത്തൻ ചിരിക്കുന്നു. പച്ച ജീവൻ കാൽച്ചുവട്ടിൽ പിടയ്ക്കുമ്പോൾ നിഷ്കളങ്കൻ ഭ്രാന്തചിത്തൻ ചിരിക്കുന്നു. ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടക കുളത്തിൽ. ആരോ പറയുന്നുണ്ടെന്തു ഭാഗ്യം, തൊടിയിലായി ഓടിക്കളിക്കുന്ന പൈതലെ, തൊടിയിലായി ഓടിക്കളിക്കുന്ന പൈതലെ, പടിയിലായി കൺപാർത്തിരിക്കുന്ന പത്നിയെ, പാതിയിൽ നിർത്തിയ ജന്മകർമ്മങ്ങളെ പാടെ മറന്നുച്ഛ്വസിക്കാൻ മാത്ര കിട്ടാതെ ചേറിൽ പുതഞ്ഞു പാഴ്ജന്മം പൊലിഞ്ഞു പോയി. കത്തിജ്വലിക്കാതെ സൂര്യൻ കരിമ്പട്ടു ചുറ്റി പതുങ്ങി ഒളിഞ്ഞു നിൽപ്പു. ഇത്തിൾ മരത്തിന്റെ കൊമ്പിൽ ബലിക്കാക്ക വറ്റുകൾ തേടി പറന്നിറങ്ങി. പത്മമില്ല, തീർത്ഥപുണ്യമില്ല, ജലം നിശ്ചലം വശ്യാങ്കിതൻ ജഡം പോൽ, ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടക കുളത്തിൽ. ആരോ പറയുന്നുണ്ടെന്തു ഭാഗ്യം, ലൈവ് കാണുവാനൊത്തതിന്നെന്റെ ഭാഗ്യം. എത്ര നേരം കുമിള പൊന്തുമെന്നെണ്ണുവാൻ കുട്ടികൾ മാത്സര്യമേറ്റിടുന്നു. കോളപ്പരസ്യത്തിനൊപ്പമീ പ്രേക്ഷകർ കോരിത്തരിക്കുമാ കാഴ്ച പകർത്തുവാൻ ചാനൽ പരുന്തു പറക്കുന്നു ചുറ്റിലും. നിശബ്ദരായി കാഴ്ച കാണുവാൻ കൽപ്പിച്ചു നിൽക്കുന്നു നിശ്ചലം നിയമപാലർ. ഫയർഫോഴ്സ് വണ്ടിയിൽ അക്ഷമരായി രണ്ടു രക്ഷകർ തമ്മിൽ പിറുപിറുത്തു. ചാവാതിറങ്ങുവാൻ നിയമമില്ലിന്നേറി നിശ്ചലം നിന്നോർ മടക്കമായി. കത്താക്കരിന്തിരിയായി നമ്മിൽ നന്മകൾ കല്ലുകൊത്തി പണിഞ്ഞു മനസ്സു നമ്മിൽ. ഉണരാത്ത പത്മതീർത്ഥങ്ങളും പേറി നാം പിരിയുന്നു നിസ്വരായി നിസ്സംഗരായി.
ഉണരാത്ത പത്മതീകളും പേറി നാം പിരിയുന്നു നിസ്വരായി നിസ്സംഗരായി എന്നാണ്. താങ്ക് യു സാർ. വളരെ സന്തോഷം സാറ് ചൊല്ലിക്കേട്ടതിൽ. ഇനി നമസ്കാരം. ആർക്കെങ്കിലും എന്തെങ്കിലും നമസ്കാരം സാർ. ഞാൻ നമസ്കാരം. കോളേജിലെ ടീച്ചറാണ്. എൻ്റെ പേര് ഹേന എന്നാണ്. ആ. എനിക്ക് രണ്ട് കാര്യമായിരുന്നു സാറിനോട് ചോദിക്കാനുള്ളത്. ഇപ്പോ സാധാരണയായിട്ട് ഈ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുകയും അവരുടെ ആശയങ്ങൾക്ക് വേണ്ടി പൊരുതുകയൊക്കെ ചെയ്യുന്ന എഴുത്തുകാരെയും ആക്ടിവിസ്റ്റുകളെയും ഒക്കെ നിശബ്ദരാക്കാനോ അല്ലെങ്കിൽ അവരെ കൊന്നുകളയാനോ എഴുതാതിരിക്കാനോ ഒക്കെ ഈ ഭരണകക്ഷി രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നത് നമുക്ക് വലിയ ഞെട്ടിപ്പിക്കുന്ന വാർത്തയൊന്നും അല്ല. ഇപ്പോ അത്തരത്തിലൊരു അനുഭവം അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവം സാറിന് ഉണ്ടായിട്ടുണ്ടോ? അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാല്, സാർ ഏത് വർഷമാണ് ബാഗ്ദാദ് എഴുതിയെന്ന് എനിക്ക് തിട്ടമില്ല. പക്ഷെ നമ്മൾ കേട്ട് മറന്നുപോയ സാറ് ലാസ്റ്റ് പറഞ്ഞു വെക്കുന്നുണ്ട്, അറബിക്കഥയിലെ ബാഗ്ദാദാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഈ അറബിക്കഥയിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് ഇന്ത്യയിൽ, ഇന്ന് നമ്മൾ കേരളത്തിൽ ഇത്ര സാംസ്കാരിക സമ്പന്നരായിട്ടും വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇത് രണ്ടോ മൂന്നോ നാലോ എക്സാമ്പിൾ ആയിട്ട് സാറ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ബാഗ്ദാദ് എന്ന് പറയുന്ന കവിത എഴുതിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അങ്ങനെ ഒരു കവിത എഴുതിയപ്പോ അങ്ങനെ ഒരു കവിത എഴുതാൻ സാറിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നും കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അപ്പോ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ കവിത എഴുതിയത് കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള നിശബ്ദനാക്കാനുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ്. ധാരാളം ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. അതെന്താണെന്ന് കേട്ടാൽ അത് ഏതർത്ഥത്തിലും നമ്മളെ പിന്നെ നിശബ്ദരാക്കും. അതിപ്പം വധഭീഷണി മാത്രമാകണമെന്നില്ല. പലതരത്തിൽ അവർക്ക് പല ആയുധങ്ങൾ ഉപയോഗിക്കാം. അതിൽ ഏതാണ് എപ്പോഴെങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് നോക്കി അവരത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ കാര്യത്തിലെന്നല്ല, എല്ലാവരുടെ കാര്യത്തിലും അത് ഉണ്ടാകാം. അതിനൊരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കാം. അതിൽ ഒരു കാര്യമാണ് ഈ കൊന്നുകളയുമെന്ന് പറയുക, അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെയൊക്കെ എഴുതിയാൽ അതിന് അതിൻ്റെതായ ഫലം ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തുക. അതെനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കാറൽ മാർക്സിന്റെ തത്വങ്ങളെ, ആശയങ്ങളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അദ്ദേഹം പിന്നെ ഒരു ഭരണാധികാരിയൊന്നും ആയിരുന്ന, ഒരു അധികാരവും ഉണ്ടായിരുന്ന ആളല്ല. അദ്ദേഹം മരിക്കുന്നത് തന്നെ ദരിദ്രനായിട്ടും പട്ടിണി കിടന്നുമാണ് മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞുമെല്ലാം പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടെ ഇരിക്കാൻ പോലും കഴിയാതെ വിദേശ രാജ്യത്ത് പലായനം ചെയ്ത് മാറി നിൽക്കേണ്ടി വന്ന് അവസാനം എല്ലാ ദുരന്തങ്ങളും ഏറ്റുവാങ്ങി മരണപ്പെട്ട ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ഈ പൈസ ഉള്ളവനും പൈസ ഇല്ലാത്തവനും എന്ന ഒരു വ്യത്യാസം മനുഷ്യരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെ എങ്ങനെ പരിഹരിക്കാം എന്ന് ജീവിതകാലം മുഴുവൻ, സ്വന്തം ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച് ചിന്തിച്ചിട്ട് അത് പരിഹരിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു പദ്ധതി മുന്നോട്ട് വച്ചു എന്ന അപരാധം മാത്രം ചെയ്തിട്ടുള്ള ഒരു മഹാരഥനായി. ഇപ്പൊ ഗാന്ധി ചെയ്ത ഒരു അപരാധമായിട്ട് കണ്ടിട്ടാണല്ലോ ചില ആളുകൾ അദ്ദേഹത്തെ കൊന്നു കളഞ്ഞത്, അല്ലേ? അദ്ദേഹം പിന്നെ ഒരു മതഭ്രാന്തനല്ലല്ലോ. അത് മതഭ്രാന്തനാകണമെന്ന് ആഗ്രഹിച്ചവരുടെ ആഗ്രഹം സാധിക്കാതെ പോയപ്പോഴാണല്ലോ അദ്ദേഹം ഒരു മതേതര മനുഷ്യനായതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ കൊന്നു കളഞ്ഞത്. അതുപോലെയാണ് ഓരോരുത്തരുടെയും കാര്യം. അതുപോലെ തന്നെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയോ അങ്ങനെ തെറ്റിദ്ധരിച്ച് ആളുകളെ പിന്നെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പഠിക്കാൻ അനുവദിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു കാലമുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ഭാഗികമായോ പിന്നെ കുറച്ചോ ഒക്കെ പ്രയോഗിച്ച ഇടങ്ങളിലുണ്ടായ തിരിച്ചടികളെയൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തെ തന്നെ ഒരു വലിയ കുഴപ്പക്കാരനായി കാണുന്ന ഒരു അവസ്ഥയുണ്ട്. അത് പ്രയോഗിച്ചവരുടെ കുഴപ്പം കൊണ്ടാണെന്നൊന്നും തിരിച്ചറിയാതെ. അപ്പം ആ അർത്ഥത്തിൽ ഈ മാർക്സ് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് അറിയണം എന്ന് ഉള്ളത് കൊണ്ട് ഞാൻ ഈ മാർക്സിസത്തിന്റെ കൺസെപ്റ്റിനെ വളരെ ലളിതമായി കുറച്ച് വരികളിൽ ഞാൻ എഴുതി വെക്കുകയുണ്ടായി. അപ്പൊ മാർക്സ് പറയുന്നത് ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് സമൂഹത്തിന് കൊടുക്കുകയും അവരവർക്ക് വേണ്ടത് മാത്രം സമൂഹത്തിൽ നിന്ന് എടുക്കുകയും വേണം.
അങ്ങനെ വരുമ്പോൾ മിച്ചം വരും. അപ്പൊ ദുർബലനും ഉണ്ടാവും. ആ ദുർബലൻ അവനവന്റെ കഴിവിനനുസരിച്ചായിരിക്കും ജോലി ചെയ്യുന്നത്. പക്ഷെ അവന്റെ ആവശ്യങ്ങൾ ചിലപ്പോൾ ബലവാന്റെ അതേ ആവശ്യം അവനും കാണും. അപ്പൊ അവൻ ചെയ്യുന്ന അവന്റെ കഴിവിനനുസരിച്ചുള്ള ചെയ്ത്തിൽ നിന്ന് അവന് ആവശ്യമുള്ളത് കിട്ടില്ല. പക്ഷെ ബലവാൻ അവന്റെ കഴിവിനനുസരിച്ച് ജോലി ചെയ്തിട്ട് മിച്ചമുണ്ടാകും. ആ മിച്ചം ഇവൻ എടുക്കണം. അങ്ങനെ പരസ്പരം കൊണ്ടും കൊടുത്തും ജീവിക്കണം. അതാണ് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്, മിച്ചമൂല്യ സിദ്ധാന്തം. അപ്പൊ ഈ കാര്യമൊക്കെ സിമ്പിളായി എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. അപ്പൊ അതാണ് ഞാന് മനുഷ്യനാകണം എന്ന കവിത. മനുഷ്യനാകണം, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം, എങ്കിലെന്തു തോൽക്കുകില്ലതാണു മാർക്സിസം. തോൽക്കുകില്ല, തോറ്റുവെങ്കിലില്ല മാർക്സിസം. മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കു മാറണം, മാറി മാറി നാം മനുഷ്യരൊന്നു പോലെയാകണം. നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം. ആ നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം. കഴിവിനൊത്തു പണിയണം, ചെലവിനൊത്തെടുക്കണം, മിച്ചമുള്ളതോ പകുത്തു പങ്കുവെക്കണം. ഞാനുമില്ല നീയുമില്ല നമ്മളാകണം, നമുക്കു നമ്മളെ പകുത്തു പങ്കുവെക്കണം. പ്രണയമേ കലഹമേ, പ്രണയമേ കലഹമേ, പ്രകൃതി സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യനാകണം, മനുഷ്യനാകണം, പുല്ലിനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിൻ്റെ പേരതാണു മാർക്സിസം. മനുഷ്യനാകണം, മനുഷ്യനാകണം, പുല്ലിനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിൻ്റെ പേരതാണു മാർക്സിസം. കിഴക്കു നിന്നുമല്ല സൂര്യൻ, തെക്കു നിന്നുമല്ല സൂര്യൻ, ഉള്ളിൽ നിന്നുയർന്നു പൊന്തി വന്നുദിക്കണം. വെളിച്ചമേ വെളിച്ചമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. ചോപ്പുരാശിയിൽ പിറന്ന സൂര്യ തേജസ്സേ, അസ്തമിക്കയില്ല എന്നും നിത്യതാരകേ. മനുഷ്യ സ്നേഹമേ, മനുഷ്യ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. പ്രണയമേ കലഹമേ, പ്രകൃതി സ്നേഹമേ, നിനക്ക് ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം എന്നെഴുതി. അപ്പൊ ഇത് സ്വാഭാവികമായും വളരെ ലളിതമായ മാർക്സിയൻ കൺസെപ്റ്റാണ്. അപ്പോൾ ഇതിന് വന്നപ്പോൾ എന്നെ ഒരാള് രാത്രി കാലം മുഴുവൻ വിളിച്ച് എന്നെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് പറയുകയുണ്ടായി. ഒരു ദിവസം തുടർച്ചയായി ഒരു ദിവസം രാത്രിയും പകലും ആ ഫത്സനം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ അതൊന്നും ഒരിടത്തും വിലപ്പോയില്ല. ഇപ്പോഴും ഞാൻ ആ കവിതയും അതുപോലുള്ള കവിതകളും എഴുതുന്നുകൊണ്ട് ആലപിക്കുന്നുണ്ട്. അതൊക്കെ ഒരറ്റത്ത് നടക്കും, അതിലൊരു കാര്യമില്ല. ഒന്ന്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ടീച്ചറിന്റെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബാഗ്ദാദ് എന്ന കവിതയാണ്. അത് എല്ലാ യുദ്ധങ്ങൾക്കും എതിരായിട്ട് ഉള്ള കവിതയാണ്. എല്ലാ യുദ്ധങ്ങളിലും ആത്യന്തികമായ അതിന്റെ ഇരകൾ എന്ന് പറയുന്നത് അമ്മമാരും കുഞ്ഞുങ്ങളുമാണ്. അവരനുഭവിക്കുന്ന ദുഃഖം വളരെ വലുതാണ്. നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ടല്ലോ, ഈ പാലസ്തീനിലും മറ്റ് സ്ഥലങ്ങളിലും പിന്നെ എല്ലാം നമ്മൾ കാണുന്നില്ലേ, ഉക്രൈനിലും പാകിസ്ഥാനിലും സിറിയയിലും എല്ലാം നമ്മളെ മക്കള് കാണുന്നില്ലേ, അവരുടെ ശരീരത്തിലൂടെ അമ്മയുടെ രക്തം അവരുടെ മുഖത്ത് ഇങ്ങനെ ചീറ്റി തെറിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ. അപ്പൊ നമ്മള് ലോകത്ത് മനുഷ്യൻ കൂടുതൽ മനുഷ്യനാകും തോറും അവന്റെ ഈ അക്രമവാസന കുറയേണ്ടതാണ്. മനുഷ്യനെയും മൃഗങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം ഇത്തരം വാസനകൾ കുറഞ്ഞു വരുമ്പോഴും ആണ് മനുഷ്യനാവുന്നത്. ബാക്കി മൃഗമാണ് ആവുന്നത്. മനുഷ്യൻ സാധാരണ മൃഗത്തിൽ നിന്ന് ഉയരണം. അതാണ് മനുഷ്യനാകണമെന്ന് മാർക്സ് പറഞ്ഞത്. മനുഷ്യത്വത്തിന്റെ ഏറ്റവും ഉയർന്ന പടിയെ അദ്ദേഹം വിളിച്ച പേരാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അതായത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ
ഹ്യൂമാനിറ്റി, മാനവികതയുടെ പീക്ക്, അതിനെയാണ് അദ്ദേഹം. അപ്പോഴേ സ്റ്റേറ്റ് വിൽ വിതറവേ, അപ്പം ഭരിക്കേണ്ട കാര്യമൊന്നും വരില്ല, പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും ജീവിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അതുപോലെ അങ്ങനെ പോകാതെ മനുഷ്യൻ ഇപ്പോഴും കൂടുതൽ കൂടുതൽ അങ്ങ് മോഡേൺ ആവുന്നു എന്ന് പറയുമ്പോഴും അവൻ്റെ അക്രമവാസനയും പിടിച്ചടക്കാനുള്ള വാസനയും മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള, മറ്റുള്ളവർക്ക് വേദന പകരാനുള്ള ആ രീതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെതിരെ, യുദ്ധഭീകരതയ്ക്കെതിരെയുള്ള ഒരു കാര്യമാണ് ആ ഇറാഖ് എന്ന സങ്കല്പം വെച്ചുകൊണ്ട് ആ ഇറാഖിൽ നടന്ന ആ യുദ്ധ കാലഘട്ടത്തിൽ എഴുതിയതാണ്. ഞാനത് 97 കാലഘട്ടത്തിൽ എഴുതിയതാണ്, 97-98 കാലത്തിൽ എഴുതിയതാണ് ബാഗ്ദാദ്. അപ്പൊ തീർച്ചയായും ഈ യുദ്ധത്തിന് വിരുദ്ധമായ ഒരു ചിന്തയാണ് ആ കവിതയ്ക്ക് ആധാരം. ഇത് ടീച്ചർ പറഞ്ഞ പോലെ കേരളത്തിനുള്ളിലും ഇന്ത്യക്ക് പൊതുവെയും നമ്മുടെ എല്ലാ മാനസിക ഘടനയിൽ ഇങ്ങനെയുള്ള അക്രമവും വെറുപ്പും മാറ്റി നിർത്താനുള്ള, ഞാനും നീയും ഉള്ളൂ, നമ്മളില്ല, ഞാനുമില്ല നീയുമില്ല നമ്മളാകണം എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയല്ലല്ലോ ഇപ്പൊ പറയാം. ഞാൻ വേറെ, നീ വേറെ, നീ ക്രിസ്ത്യാനി, നീ മുസ്ലിം, നീ മുസ്ലിമാണ്, ഞങ്ങൾ ഹിന്ദുവാണ്, അല്ലെ ഞങ്ങൾ മുസ്ലിമാണ്, നിങ്ങൾ ഹിന്ദുവാണ് എന്ന് പറയുന്ന ഞാനും നീയും എന്ന് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കാലം. അപ്പൊ അത് അവസാനം ചെന്ന് നിൽക്കുന്നത് ഈ ദുരന്തങ്ങളിൽ തന്നെ ആയിരിക്കും. അപ്പൊ അതിനെതിരെയുള്ള ഒരു പ്രതികരണമായിട്ടാണ് ആ കവിത. മണല് കരിഞ്ഞു പറക്കും നെന്ത്രക്കാക്ക മലർന്നു പറക്കുന്നു, താഴെ തൊടിയിൽ തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ. ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. അങ്ങനെയാണ് കഥ പോകുന്നത്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നമസ്കാരം സാർ. സാർ, എന്റെ പേര് അനു എന്നാണ്. സാറിന്റെ കവിതകൾ ഒരുപാട് ഇഷ്ടമാണ്, എന്റെ അമ്മക്കും ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ കനൽപ്പൊട്ട് എന്ന് പറയുന്ന കവിത ഒന്ന് പാടാവോ സാർ? കനൽപ്പൊട്ട് സ്ത്രീധനം എന്ന് പറയുന്ന മോശം കാര്യത്തിനെതിരെയും, സ്ത്രീ ഇപ്പോഴും രണ്ടാം കിട പൗരന്മാരായി തന്നെ സ്ത്രീകളെ ഇപ്പോഴും കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സ്ത്രീയുടെ ശക്തി എന്ത് എന്ന് സമൂഹം തിരിച്ചറിയപ്പെടുക തന്നെ ചെയ്യും. അതിനുവേണ്ടിയുള്ള പോരാട്ടം എല്ലാവരും തുടരുക തന്നെ ചെയ്യും. അപ്പൊ സ്ത്രീയെ സംബന്ധിച്ച്, സ്ത്രീ ആരാണ് എന്നതിനെ സംബന്ധിച്ച ഒരു കവിതയാണ് അത്. എനിക്ക് എല്ലാവരെയും ചൊല്ലാൻ കഴിയില്ലെങ്കിലും കുറച്ച് പേര് ചൊല്ലിത്തരാം. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടി വച്ച തീറ്റയെ കട്ടെടുത്തു തിന്നപ്പോൾ നികൃഷ്ട നീതി സ്ത്രീധനം. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടി വച്ച തീറ്റയെ കട്ടെടുത്തു തിന്നപ്പോൾ നികൃഷ്ട നീതി സ്ത്രീധനം. നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ നിനക്ക്, വേറൊരാൾ വിയർത്തതിൻ്റെ ഉപ്പു തിന്നു വാഴുവാൻ. ആദ്യമാദമെന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തിവച്ചു നാം ഇരുട്ടിനെ. ഭീരുവെന്ന പേരിനേകനർഹനാണ് പുരുഷനെന്ന നേരതിൻ നിദാനമീ നഖങ്ങൾ കൂർത്ത കണ്ണുകൾ. ഭീരുവെന്ന പേരിനേകനർഹനാണ് പുരുഷനെന്ന നേരതിൻ നിദാനമീ നഖങ്ങൾ കൂർത്ത കണ്ണുകൾ. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ചശക്തിയെ. പേടിയാണവന് പെണ്ണിനെ പ്രപഞ്ചശക്തി
ശക്തിയെ അറയിലെങ്കിൽ അറയിലും മറയിലെങ്കിൽ മറയിലും ഉടലിനപ്പുറം കടന്ന പ്രണയമെന്ന പൊരുളിലും പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ച സൃഷ്ടിയേ നേടിടാൻ കഴിഞ്ഞിടില്ലവൻ അവൾക്കുമേൽ ജയം പേടികൊണ്ടവൻ അവളെ കൂടഴിപ്പുരാണമൊന്നിൽ പാതിവ്രത്യത്താഴടച്ചു ദേവതയാക്കി പേടികൊണ്ടവൻ അവളെ കൂടഴിപ്പുരാണമൊന്നിൽ പാതിവ്രത്യത്താഴടച്ചു ദേവതയാക്കി വീടകത്തെ നൂൽവളിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നനുത്ത പച്ചയാൾ നോവിനാൽ കരഞ്ഞിടുന്ന നേർമയിൽ ചിരിച്ചിടുന്ന നേടുവാൻ വിയർത്തിടുന്ന നേരു പച്ചയാൾ എരിഞ്ഞു തീരുവാൻ അടുപ്പുകൊള്ളി അല്ല പെണ്ണവൾ പടർന്നു കത്തിടേണ്ടതാം അമർന്ന തീക്കനൽ കപട പുരുഷബോധമേ നിനക്കടക്കി വാഴുവാൻ കപട പുരുഷബോധമേ നിനക്കടക്കി വാഴുവാൻ അപലയല്ല ചപലയല്ല അഗ്നി എന്നവൾക്കു പേർ അപലയല്ല ചപലയല്ല അഗ്നി എന്നവൾക്കു പേർ ഓർത്തുവയ്ക്ക നീ അവൾക്കു പാതി മാത്രമാണതിൻ്റെ പാതിയില്ലവൾ പ്രപഞ്ചസാര സൗഭകം ആരുമാരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ കാടടക്കി നാടടക്കി ക്ഷീരപഥം കൂടടക്കി മാരി മഹാമാരികൾ തൻ വേരൊടുക്കി പോരടക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി നാം ഇതേ വരെ ചിരം തെരഞ്ഞതാം പരമ്പൊരുൾ നേടുമെന്നു സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷർ അപ്പോഴീ ചരാചരങ്ങൾ അത്ഭുതപ്പെടും അപ്പോഴീ ചരാചരങ്ങൾ അത്ഭുതപ്പെടും മനുഷ്യർ ഇത്രമേലുദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ എന്നാണ് ആ കവിത. സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട് സാർ കേട്ടതില്. അപ്പൊ ഇനി നമുക്ക് വീണ്ടും വീണ്ടും കാണാം. ശരി സാർ. അപ്പൊ താങ്ക് യു സോ മച്ച്. സന്തോഷം. സർ, ആ. എന്റെ പേര് ശ്വേത എന്നാണ്. ഞാൻ KUCT-യിലെ തന്നെ വിദ്യാർത്ഥിനിയാണ്. സാറേ, വേറിട്ടൊരു ശൈലിയുമായി മലയാള കവിതാ രംഗത്തേക്ക് വന്ന ആളെന്ന നിലയിൽ സാറിനോടൊരു ചോദ്യം. പുതിയ കാലത്തെ പല സിനിമകളിലും കവിതയോ കവിത്വമോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറിച്ച് സിനിമാ രംഗത്തിന് വേണ്ടി തല്ലിക്കൂട്ടി എന്തൊക്കെയോ രൂപപ്പെടുത്തിയ വരികളാണല്ലോ. ഇതിനോട് സാറിന്റെ അഭിപ്രായം ഒന്ന് പറയുമോ? അതൊരു നിർഭാഗ്യകരമായ അവസ്ഥയിലൂടെയാണ്. കാരണം സിനിമയിൽ ഇപ്പോ പാട്ടിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അത് അവരുടെ സന്ദർഭത്തിനനുസരിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു പോകാനും ഉള്ള ഒരു മാധ്യമമാക്കി മാത്രമാണ് സിനിമയിൽ ഇപ്പോൾ പാട്ടിനെ കാണുന്നത്. അല്ലെങ്കിൽ പുതിയ തലമുറയിലെ അവരുടെ തലമുറയുടെ കാമനകൾക്കനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് അവരെ കൊണ്ട് തുള്ളിക്കുക, ഒരു തുള്ളൽ അത്യാവശ്യം, ഒരു ബഹളം വയ്ക്കാൻ ഒരു അവസരം, ഇത്ര മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ പലപ്പോഴും ഇപ്പോൾ സിനിമയിൽ പാട്ടുകൾ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പല റീമിക്സുകളോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ രീതിയിലുള്ള പാട്ടുകളോ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഗംഭീരമായ നല്ല പാട്ടുകൾ വരുന്നുണ്ട്. ചില പാട്ടുകൾ അതിഗംഭീരമായ പുതിയ ചെറുപ്പക്കാർ തന്നെ നന്നായി എഴുതുന്നുമുണ്ട്. എങ്കിലും പഴയ ഒരു ശക്തി, ബലം നമ്മുടെ സിനിമാ ഗാന ചരിത്രത്തിൽ ഇനി ഇപ്പോഴില്ല. അതിന് കാരണം കാലഘട്ടം അത് ആഗ്രഹിക്കുന്നില്ല എന്ന തോന്നൽ ഈ സിനിമ എടുക്കുന്ന അതിൻ്റെ സൃഷ്ടാക്കളുടെ മനസ്സിൽ രൂഢമൂലമായി പോയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ അതേസമയം കവികളൊക്കെ എഴുതുന്ന പാട്ടുകൾ കുറച്ച് ഗംഭീരമായി നിൽക്കുന്നുമുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് നല്ല ഗാനങ്ങൾ വരുന്നുമുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ യഥാർത്ഥത്തിൽ ഈ സിനിമാ ഗാന ശാഖ ഇപ്പോഴും ആദരിക്കുകയും അത് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ജനസമൂഹം തന്നെയാണ് മലയാളി. അപ്പൊ അതിനെ ബഹുമാനിക്കാൻ നമ്മുടെ സിനിമാ പ്രവർത്തകർ തയ്യാറാകാത്തിടത്തോളം കാലം ഈ വാക്കുകൾ പോലും വേണ്ട,
ശബ്ദങ്ങളുടെ മാത്രം ഗിമ്മിക്കുകൾക്ക് പ്രാധാന്യമുള്ള ഒരു സിനിമാ ഗാന വർത്തമാന കാലത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അത് അനിവാര്യമായും കാലത്തിന് പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ റിയാലിറ്റി ഷോകളിലൊക്കെ നമ്മൾ കാണുന്നില്ല, കൊച്ചു കുഞ്ഞുങ്ങൾ, കൊച്ചു മക്കൾ, അവർ പഴയ പാട്ടുകളാണ് ഗംഭീരമായി ആലപിക്കുന്നത്. നിങ്ങൾ കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി പിന്നെ എന്താ പറയുന്ന സിനിമാ ഗാന അധിഷ്ഠിതമായ റിയാലിറ്റി ഷോകളൊന്ന് പരിശോധിച്ച് നോക്കൂ. അവര് ഒരു 5 കുട്ടികൾ ഒരു ദിവസത്തെ എപ്പിസോഡിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഈ 5 കുട്ടികളും അവതരിപ്പിക്കുന്നതിൽ, അല്ലെങ്കിൽ 4 കുട്ടിയെങ്കിലും അവതരിപ്പിക്കുന്നത് 1900 അല്ലെങ്കിൽ 2000-ന്റെ ആദ്യ പകുതി വരെ വരുന്ന പിന്നെ കവിതകളാണ്, അല്ല പാട്ടുകളാണ്. അപ്പോൾ പുതിയ കുട്ടികളിലും മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നത് അത്തരം കാമ്പുള്ള കവിതകളാണ്, അല്ല പാട്ടുകളാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള സാഹചര്യവും സന്ദർഭവും എഴുത്തുകാരന് ലഭിക്കാതെ പോകുന്ന ഒരു ദൗർഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമുക്കിങ്ങനെ ശബ്ദ സംബന്ധിയായ ചില പിന്നെ കണ്ഠ അനക്കങ്ങൾ, എന്തു പറയാം അല്ലേ, കൊണ്ട് തന്നെ സമ്പുഷ്ടമായി പാട്ട് എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ വരുന്നത്. അത് തികച്ചും മലയാള സിനിമ ഗാന ചരിത്രത്തിനും പൊതുവെ മലയാള സിനിമയ്ക്കും ഒരു ദൗർഭാഗ്യകരമായ ഒരു വസ്തുതയായി തുടരുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ സാറിന് വലിയൊരു നന്ദി. ഒന്ന്, ഞങ്ങൾക്ക് ഇത്രയും സമയം, അമൂല്യമായ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിന്. പിന്നെ സാറിന്റെ ഒരുപാട് കവിതകൾ ഇത്രയും ഹൃദയസ്പർശിയായിട്ട് ഞങ്ങൾക്ക് കേട്ടിരിക്കാൻ, പണ്ട് മലയാളം ക്ലാസ്സുകളിലൊക്കെ പാടി കേട്ട ആ ഒരു ഓർമ്മയിൽ ഇങ്ങനെ ലയിച്ചിരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ വളരെ നന്ദി സാറ്. ഞങ്ങൾക്ക് എപ്പോഴും കൂടുതൽ ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിരുന്നു കിട്ടിയിട്ടുള്ളൂ. ഇത്രയും കവിതകൾ കേൾക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും വളരെ സന്തോഷം. താങ്ക് യു, നന്ദി. നമുക്ക് കാണാം കേട്ടോ, ഇനിയും കാണാം. ഓക്കെ സാർ. അടുത്തതായി കൃതജ്ഞത രേഖപ്പെടുത്താനായി കോളേജ് യൂണിയൻ ചെയർമാൻ അഭിജിത്ത് കുട്ടനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ അഭിമാനിക്കാൻ കഴിയുന്ന രീതി, വളരെ മനോഹരമായിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു ഇന്ന് സാറിന്റെ ഇപ്പൊ കഴിഞ്ഞത്. സാറിന്റെ ഈ സെക്ഷനിൽ ഒരുപാട് കവിതകൾ, സാറിന്റെ കവിതകൾ കേൾക്കാനും പൂന്താനത്തിന്റെ വരികളിലൂടെ പോകാനും ഒക്കെ സാധിച്ചു. അത് ഞങ്ങൾക്ക് എന്നും ഈ KFLന്റെ മുഹൂർത്തങ്ങളിൽ എന്നും സാറിന്റെ ഈ സെക്ഷൻ വളരെയധികം ഓർത്തിരിക്കുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം സമയം ഒരുപാട് ദീർഘമായതുകൊണ്ട് തന്നെ ഞാൻ വളരെ വലിയൊരു പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല. സാറ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് തന്നെ സാർ ഒരു മടിയും കൂടാതെ ഞങ്ങളുടെ ഈ ചെറിയ പരിപാടിയിലേക്ക് വന്നതിന് ആദ്യം തന്നെ സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ കുന്നം കുടുംബത്തിന്റെ പേരിലും KFLന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. പിന്നീട് ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ടീച്ചർമാർക്കും, ഞങ്ങളുടെ ടീച്ചർമാർക്കാണെങ്കിലും പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റ് അധ്യാപകർക്കാണെങ്കിലും മറ്റ് കോളേജിൽ നിന്ന് കയറിയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിലും നമ്മുടെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. മീറ്റിംഗ് എല്ലാവർക്കും